പരാജയപ്പെടാനല്ല തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി മത്സരിച്ചത്. പരാജയം സമ്മതിച്ചു കൊടുത്തിട്ടുമില്ല. അഭൂതപൂർവമായ ഒരു പോരാട്ടം അതാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉടനീളം കണ്ടത്. തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ആരംഭിച്ച് ആദ്യ 3 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ BJP കേന്ദ്രങ്ങളിൽ ഉണ്ടായ ആ നെടുവീർപ്പ് അതിപ്പോഴും അലയൊലിയായി ആഞ്ഞടിച്ചുകൊണ്ടേയിരിക്കുന്നു. സർക്കാർ ഉണ്ടാക്കി, മന്ത്രിസഭയിൽ വലിയ രീതിയിൽ BJP പ്രാതിനിധ്യം നേടിയെന്ന് പറഞ്ഞ് വലിയ കരഘോഷങ്ങളോടുകൂടി കൊട്ടിഘോഷിക്കുമ്പോഴും കൃത്യമായി ഒരാശങ്ക BJP കേന്ദ്രങ്ങളിൽ ഇപ്പോഴുമുണ്ട്. ഈ സർക്കാർ 5 കൊല്ലം തികയ്ക്കും എന്ന് യാതൊരു ഉറപ്പുമില്ല. കാരണം BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ല. BJPക്കുള്ളിൽ തന്നെ വലിയ തോതിൽ പടലപ്പിണക്കം അതിരൂക്ഷമാണ്. അതിൻ്റെ ഏറ്റവും വലിയ തുടക്കമായിരുന്നു നിതിൻ ഗഡ്കരിക്ക് പാർലമെൻറ്റിലെ പ്രതിപക്ഷ അംഗങ്ങളിൽ നിന്ന് ലഭിച്ച അഭൂതപൂർവമായ ഒരു പിന്തുണ, കയ്യടി. അത് അമിത്ഷായ്ക്കോ നരേന്ദ്രമോദിക്കോ ഒരു BJPയുടെ നേതാവിനും ലഭിക്കുകയില്ല. അതിന് കാരണം ഗഡ്കരി എന്നത് വർഗീയവാദിയല്ല എന്നതുകൊണ്ട് തന്നെയാണ്. ഗഡ്കരി എപ്പോഴും വികസനത്തിൽ ഊന്നി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ മനുഷ്യനെ ഇവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. ഗഡ്കരി പലപ്പോഴായി പല വേദികളിലായി ഇവരെയൊക്കെ പരോക്ഷമായി അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും തന്നെ നിതിൻ ജയറാം ഗഡ്കരി ഒഴിവാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഗഡ്കരി ശക്തമായി തന്നെ വീണ്ടും മഹാരാഷ്ട്രയിൽ ആഞ്ഞു തന്നെ പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് മാത്രമേ നോക്കുന്നുമുള്ളൂ. അദ്ദേഹം BJPയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. BJPക്ക് മഹാരാഷ്ട്രയിൽ ഉണ്ടായ കനത്ത തോൽവിയുടെ ഉത്തരവാദിത്തം ഒരു രീതിയിലും ഗഡ്കരി എന്ന മനുഷ്യൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ഫട്നാവിസിനോ കൂട്ടർക്കോ കഴിയില്ല. കാരണം ഗഡ്കരിയെ മൂലക്കിരുത്തിക്കൊണ്ട് ദേവേന്ദ്ര ഗംഗാധർ ഫട്നാവിസ് ആയിരുന്നു BJPയെ നയിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഗഡ്കരിക്ക് ഇപ്പോഴും അവിടെയാണ് മേൽക്കൈ എന്ന് ഫട്നാവിസിനടക്കം എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ബീഡ് എന്ന ലോക്സഭാ മണ്ഡലം പങ്കജ മുണ്ടെ ഇത്തവണ മത്സരിച്ച് പരാജയപ്പെട്ട മണ്ഡലം. ആ ബീഡ് മണ്ഡലത്തിൽ ഗോപിനാഥ് റാവു മുണ്ടയുടെ മറ്റൊരു മകളായ പ്രീതം മുണ്ടെ 6,96,000 വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഒരിക്കൽ ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. ആ മണ്ഡലം വരെ BJPക്ക് കൈവിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതായത് സോളിഡ് വോട്ട് BJPക്ക് ഇല്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്ന നിമിഷമാണ്. അവർക്കെന്തും മഹാരാഷ്ട്രയിൽ സംഭവിക്കാം. അവരുടെ അനിശ്ചിതത്വം തന്നെയാണ് ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് അവർക്ക് തന്നെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ കൂടുതൽ സഖ്യത്തെ വിപുലീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം NDAയിൽ ശിവസേനയെ പുലർത്തി കുറേ എണ്ണത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നീട് അജിത് പവാറിനെ ഒപ്പം കൂട്ടി. ഇപ്പോഴും പല രീതിയിൽ ഇത്തരത്തിലുള്ള വിലപേശലുകൾ നടക്കുന്നു. പക്ഷേ ആത്യന്തികമായി BJPയെ പിളർക്കുന്ന രീതിയിലേക്ക് അതിനകത്ത് കാര്യങ്ങൾ മാറി മറിയുമെന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു.